ഇപ്പോൾ ടിവിക്ക് അറിയിച്ചിരിക്കുന്നു. ഘടകകക്ഷികളടക്കം എതിർപ്പുമായി രംഗത്തുള്ള സാഹചര്യത്തിലാണ് വിവരങ്ങൾ. സാറേ 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 ക്ലാസ് കഴിഞ്ഞ സാറേ? ക്ലാസ് ഇന്നത്തെ ഷെഡ്യൂൾ കഴിഞ്ഞു സാറേ. അതെല്ലാം എവിടം വരെ ആയി സാറേ? ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളാ ദേശീയ സമരങ്ങളെല്ലാം അതൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാ സാറേ ഇന്ന് വാർത്ത ഇതൊന്നുമില്ല സാറേ, ഞാനെല്ലാം പഴയ ചുമ്മാ ഇങ്ങനെ സ്കിപ്പ് ചെയ്തപ്പോഴേ നമ്മളെല്ലാം തമിഴ്നാടിന്റെ സത്യപ്രതിജ്ഞയായിട്ട് ബന്ധപ്പെട്ട ഒരു വിജയ് അത് വല്ലാത്തൊരു വിജയമായിപ്പോ അല്ലേ? വല്ലാത്ത വിജയം. അത് ഒരിക്കലും നമ്മളെ രാഷ്ട്രീയത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ ഒരു സംഭവം. അതിനകത്തെ സാറേ ഈ ഇതിന്റെ സത്യപ്രതിജ്ഞയില് ഒരു ഗാനമാലപിക്കുന്ന അതൊരു വലിയ രീതിയിൽ അത് പുള്ളിക്കാരൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ പെട്ടെന്നൊരു വിവാദം ഉണ്ടായി. അത് നമ്മുടെ തമിഴ്ത്തായി വാഴ്ത്തുമായി ബന്ധപ്പെട്ടാണ്. ആ തമിഴ്ത്തായി വാഴ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രാർത്ഥനാ ഗീതമാണ്. ആ ഒരു ചടങ്ങില് അത് മൂന്നാമതായി ആലപിച്ചു എന്ന രീതിയിൽ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉയർന്ന അവസരം ഉണ്ടായിട്ടുണ്ട് ആ തമിഴ്ത്തായി വാഴ്ത്തിനെ കുറിച്ച്. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് ആദ്യം ആലപിച്ചത് ദേശീയ ഗീതമാണ് ആലപിച്ചു. പിന്നീട് ദേശീയ ഗാനം വരുന്നു. പിന്നീട് മൂന്നാമതായിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായത്. അപ്പൊ അതാണ് വലിയ രീതിയിൽ വിവാദങ്ങളിലേക്ക് അത് കൊണ്ടെത്തിച്ചത്. പക്ഷെ അതെ എന്താ സംഭവം അറിയാം സാർ, അതിനകത്ത് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ടാണ്, കാരണം സർക്കുലർ ഉള്ളതല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ ആ ഇതനുസരിച്ചായിരിക്കും ഇതിനകത്ത് വന്നത്. പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാല് ഈ തമിഴ്ത്തായി വാഴ്ത്തി എഴുതിയ ഒരു മലയാളി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകമായ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ആലപ്പുഴക്കാരനായിട്ടുള്ള നമ്മുടെ മനോന്മണിയം പി സുന്ദരം പിള്ള അദ്ദേഹമാണ് ഇത് എഴുതിയിരിക്കുന്നത്. പാരമ്പര്യം കൊണ്ട് പുള്ളിക്കാരൻ ഒരു തമിഴ് വംശജനാണ്. പക്ഷേ ഈ പറയപ്പെട്ട ആലപ്പുഴയിൽ ജനിച്ച് ഈ പറയപ്പെട്ട മരണപ്പെട്ടെന്ന രീതിയിൽ നമ്മുടെ കേരളത്തിലുള്ള ഈ പറയപ്പെട്ട ജനങ്ങൾ ഇതൊരു മലയാളിയായിട്ട് തന്നെയാണ് അതിനെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തമിഴ്ത്തായി വാഴ്ത്ത് എന്ന് പറയുന്ന തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രാർത്ഥനാ ഗീതം എഴുതിയ വ്യക്തി കൂടിയാണ് ഈ മനോന്മയം പി സുന്ദരം പിള്ള. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടർ കൂടിയാണ് അതിൻ്റെത്. പുള്ളിയുടെ ഒരു നാടകമുണ്ട്. അതായത് ഏകദേശം അദ്ദേഹം തിരുനെൽവേലിയിലെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു 4500ഓളം വരികളുള്ള ഒരു കവിത, തമിഴ് കാവ്യ നാടകം അദ്ദേഹം ചിട്ടപ്പെടുന്നുണ്ട്. അതിനെയാണ് ഈ മനോന്മണിയം എന്ന് പറയുന്നത്. മനോന്മണിയം. പിന്നീട് ആ പേരിൽ പുള്ളിക്കാരൻ പ്രശസ്തി ആർജിക്കുകയാണ്. മനോന്മണിയം പി സുന്ദരം പിള്ള എന്ന രീതിയിൽ അദ്ദേഹം പ്രശസ്തി ആർജിക്കും. എന്റെ രസം എന്ന് പറയുന്നത് നല്ലൊരു ചോദ്യമല്ലേ? നല്ല ചോദ്യം. മാത്രമല്ല ഈ മനോന്മണിയം പി സുന്ദരം പിള്ള മത്സര പരീക്ഷയുടെ സ്ഥിരം സാന്നിധ്യം കൂടിയാണ് സാറേ. കാരണം പുള്ളിക്കാരൻ തിരുവിതാംകൂർ ആദ്യത്തെ MA കാരനാണ്. നമ്മള് തിരുവിതാംകൂറിലെ ആദ്യത്തെ മെഡിക്കൽ ഗ്രാജുവേറ്റ് എന്ന രീതിയിൽ ഈഴവ സമുദായത്തിൽ നിന്ന് ഡോക്ടർ അപ്പൊ ആ അവസരത്തിൽ PSC ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ MA കാരൻ ആര് എന്ന് ചോദിക്കുമ്പോൾ അത് മനോന്മണിയം പി സുന്ദരം പിള്ളയാണ്. അത് മാത്രമല്ല നമ്മുടെ തൈക്കാടയ്യ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ചാല കേന്ദ്രീകരിച്ച് ഒരു ശൈവ പ്രകാശ സഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് തൈക്കാടയ്ക്കുള്ളത്. അപ്പൊ അവിടെ കോ ഫൗണ്ടർ ആയിട്ട് സഹസ്ഥാപകനായിട്ട് വരുന്നത് ഈ മനോന്മണി പി സുന്ദരം പിള്ളയാണ്. കാരണം തൈക്കാടയ്ക്ക് ആധുനികപരമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് വിദ്യാഭ്യാസം എത്തിക്കണമെങ്കിൽ അത് കരസ്ഥമാക്കിയ ഒരു വ്യക്തിയുടെ പങ്ക് അവിടെ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു സഹസ്ഥാപകനായിട്ട് പുള്ളിക്കാരൻ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഓൾറെഡി PSC ചോദ്യം കൂടിയാണ്. ശൈവ പ്രകാശ സഭ. പൊതുവെ നമ്മളിത് തൈക്കാടയിൽ മാത്രമല്ലേ പഠിക്കത്തുള്ളൂ. കാരണം ഉദ്യോഗത്തിൽ അത് മാത്രമേ പഠിക്കത്തുള്ളൂ. കാരണം സ്ഥാപകൻ ആര്? ശൈവപ്രകാശ സഭ. അത് നമ്മുടെ തൈക്കാടയ്യ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ PSC അവിടെ സ്ഥാപകർ എന്ന് ചോദിച്ചു. അപ്പൊ ആ അവസരത്തില് PSCയുടെ ആൻസർ തൈക്കാടയ്യ പ്ലസ് മനോന്മണിയം പി സുന്ദരം പിള്ളയാണ്. മാത്രമല്ല നമ്മുടെ ശ്രീമൂലം തിരുനാളല്ലേ സാർ, തിരുവിതാംകൂർ മഹാരാജാവ് പുള്ളിക്കാരൻ ട്യൂട്ടറായിട്ടൊക്കെ ഇരുന്ന ഒരു വ്യക്തിയാണ്. 1876 മുതൽ ഏകദേശം 21 വർഷത്തെ കാലം നമ്മുടെ അന്നത്തെ മഹാരാജാസ്, അതായത് ഇന്നത്തെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജില് പുള്ളിക്കാരൻ ഈ പറയപ്പെട്ട ഫിലോസഫിയിൽ പ്രൊഫസർ ആയിരുന്ന വ്യക്തി കൂടിയാണ്. അപ്പൊ ഒരു തത്വചിന്തകൻ കൂടിയാണ് ഈ പറയപ്പെട്ട മനോന്മണിയം. ഒരുപാട് ഒരു ശ്രദ്ധിക്കാതെ പോകുന്ന ഒരാളാണ്. കാരണം മലയാളം അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നില്ല. വീണ്ടും ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങുകളാണ്. കാരണം 1970 തന്നെ ഇത് DMK ഇത് ഒരു ദേശീയ അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക പ്രാർത്ഥനാ ഗീതമായിട്ടൊക്കെ പരിഗണിച്ചു. 1970 തന്നെ പരിഗണിക്കുന്നുണ്ട്. ശേഷം പിന്നീട് മാറി വന്ന അണ്ണാ DMK ഒക്കെ ഈ ഒഫീഷ്യൽ ചടങ്ങുകളിൽ ഇത് തന്നെ ആദ്യം ആലപിക്കുന്ന ഒരു അവസരം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ഏതൊരു പൊതു പരിപാടി വന്നാലും ആദ്യം അവർ ആലപിക്കുന്നത് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രാർത്ഥനാ ഗീതമായിട്ടുള്ള തമിഴ്ത്തായി വാഴ്ത്താണ്. പക്ഷേ അത് ഔപചാരികമായിട്ട് എന്ത് ചെയ്യില്ല, അന്ന് ഇറക്കിക്കൊണ്ടൊരു ഉത്തരവ് ഉണ്ടായിട്ടില്ല. പിന്നെ 2021 നമ്മുടെ MK സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരിക്കുന്ന അവസരത്തിലാണ് ഇത് ഒരു ഇതായിട്ടുണ്ട് സാറേ. അതായത് ഹൈക്കോടതി ഒരു അതിനകത്ത് പറയുന്നുണ്ട്. സ്റ്റാലിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, കോട്ടിങ് പറയുന്നുണ്ട്. അതായത് ഇത് ആലപിക്കുന്ന അവസരത്തില് ഒരു തമിഴ് മക്കളും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണം എന്നൊരു കോട്ടിയും കൂടി അദ്ദേഹം ആ ഉത്തരവിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനെയാണ് മദ്രാസ് ഹൈക്കോടതി എതിർത്തത്. ദേശീയ ഗാനമല്ല, അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന രീതിയിൽ കോടതി ഇത് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ എന്നാൽ അതിന് ഈ പറയപ്പെട്ട കോടതി പരാമർശത്തിനോട് തന്നെ ഈ പറയപ്പെട്ട MK സ്റ്റാലിൻ 2021 ഡിസംബർ മാസത്തിൽ
ഇത് സംസ്ഥാന പ്രാർത്ഥനാ ഗീതമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. Okay. അപ്പം പിന്നെ കുഴപ്പമില്ല. ഒരു അവസരങ്ങളിലും ഇതായിരിക്കണം ആദ്യം ആലപിക്കേണ്ടത്. അതാണ് ഇവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് വീണ്ടും എന്ത് ചെയ്ത് വിഷയമായിട്ട് വരാനുള്ള ഒരു കാരണം. Okay. പക്ഷെ ഇതിനകത്ത് ഇനി ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു പൊതുപരിപാടി നടക്കുമ്പോഴായിരിക്കും ഇവർ തമ്മിലുള്ള ഒരു ബോൾത്ത വീണ്ടും വരാനുള്ള സാധ്യത അവര് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തു. ഇനി ഏതൊരു പരിപാടിക്കും അവിടെ ആദ്യത്തെ പറയപ്പെട്ട പ്രയോറിറ്റി തമിഴ്ത്തായി വാഴ്ത്തിനായി. പക്ഷെ ഞാൻ ഈ തമിഴ്ത്തായി വാഴ്ത്ത് ഒരു മലയാളി സാന്നിധ്യം ഒരു നമുക്ക് അത് പെട്ടെന്ന് ഒരു നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു അറിയത്തില്ല. കാരണം ഇതിനൊരു ഫാക്ട് ഉള്ളതായിട്ട് ഇതിന് പിറകിൽ ഒരു മലയാളിയുടെ ഒരു സാന്നിധ്യം ഉള്ളതായിട്ട് പലർക്കും അത് അറിയത്തില്ല. അതുകൊണ്ട് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ളതാണ്. വീണ്ടും ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് അത് ചർച്ച ചെയ്യാൻ വരാനുള്ള കാരണം. ശരി, അത് ശരി. സാറേ നമുക്കൊരു ചായ പിടിക്കണ്ടേ? ആ,